അപ്പോൾ ഈ ഡ്രമാറ്റിക് ഡെത്ത് എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഒരുപാട് നാഷണൽ അവാർഡ്സ് കിട്ടിയ ഒരുപാട് ആൾക്കാർ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയും ഭയങ്കര അത്രയും ഒരു വാല്യൂ ഉള്ളൊരു മൂവി, ഒരു കുഞ്ഞു മൂവി ആയതുകൊണ്ട് ഈ നമ്മുടെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ മലയാള സിനിമയിൽ അംഗീകരിക്കപ്പെടാറില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്ക് ചോദ്യം ചെറിയ സിനിമകൾ പലപ്പോഴും ഇപ്പോൾ ഈ കൊമേഴ്ഷ്യൽ വാല്യൂ നോക്കിയിട്ട് ചെറിയ സിനിമകൾ പലപ്പോഴും മലയാള സിനിമ അല്ലെങ്കിൽ മലയാളം ഓഡിയൻസ് അംഗീകരിക്കപ്പെടാറില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ചിലതൊക്കെ ചില നല്ല സിനിമകളൊക്കെ സ്റ്റാർ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതങ്ങനെ തോന്നിയിട്ടുണ്ട്, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് ശരിക്കും അങ്ങനെ ഒരു സ്റ്റാർ വാല്യൂ ബേസ് ചെയ്തിട്ട് ഒരു സിനിമയെ വിലയിരുത്താൻ പാടില്ല എന്നല്ലേ ശരിക്കും ഒരു ഓഡിയൻസ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സിനിമ പ്രേമികൾ ശരിക്കും ചിന്തിക്കേണ്ടത്. പക്ഷെ എന്നിട്ടും അവർ സ്റ്റാർ വാല്യൂ നോക്കിയിട്ട് പല സിനിമയും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, റിവ്യൂ പറഞ്ഞിട്ടാണെങ്കിലും. ആ ഒരു മനോഭാവം ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ അവരുടെ തമിഴ്നാട്ടിലൊക്കെ ഓരോ ഹീറോയുടെയും 60 അടി പൊക്കമുള്ള കട്ടൗട്ട് വെച്ചിട്ട് അതിൽ കൂടി ആ ജില്ലയിലെ മുഴുവൻ പാലും കൊണ്ടുവന്ന് ഒഴിക്കുന്നു. ഇതൊക്കെ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ വിലയിരുത്താൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഏതെങ്കിലും ഇത് പ്ലാറ്റ്ഫോമിലിടും, അതിൻ്റെ അടിയിൽ എൻ്റെ തന്തക്ക് അത് പറയാതിരിക്കുന്നതല്ല, ഞാൻ പറഞ്ഞതിലുണ്ടല്ലോ. അത് ഒരു ജില്ലയിലെ പാല് മുഴുവനും ഒരു നടൻ്റെ കട്ടൗട്ടൻ്റെ തലയിൽ കൊണ്ടുവന്ന് ഒഴിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്താണ് അത് വല്ല കാര്യമുണ്ടോ അതിൽ കൊണ്ടു തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മലയാളം കമന്റ്സ് പറയുന്ന സംഭവങ്ങളാണല്ലോ. ഇപ്പൊ എന്ത് പറഞ്ഞാലും, നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലും തെറിവിളിയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വായന്ന് വീണ അപ്പൊ തെറിവിളി, അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ട്? ഇങ്ങനെ ഓപ്പണായി സംസാരിക്കുന്നതിനാണ് കൂടുതലും കിട്ടാറ്. കാര്യം പറയുമ്പോ പ്രതികരിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തെങ്കിലും? ആരോട് പ്രതികരിക്കാൻ? എൻ്റെ പോസ്റ്റിന്റെ അടിയിൽ എഴുതിയവരല്ലേ ഇത്. ഞാൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഫേക്കാണ്. എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് ചെയ്യാൻ? പിന്നെ തിരിച്ചവൻ്റെ തന്തക്ക് വിളിക്കാനായിട്ട് ഞാൻ ഒരു മരക്കഴി തരുന്നല്ലോ. അങ്ങനെ ഏതാണെന്ന് അറിഞ്ഞെങ്കിൽ വിളിച്ച് വിളിക്കാമായിരുന്നു. എനിക്കറിയില്ല, അതുകൊണ്ട് വിളിക്കാറുമില്ല. പിന്നെ ഇപ്പം അതൊന്നും നമ്മളെ ബാധിക്കാറുമില്ല. ഏറ്റവും നല്ലത്